ഈ ജാതി മതം എന്നുള്ളൊരു സംഭവം ഞാൻ ഇപ്പം തന്നെ പറയാറുണ്ട്. നമുക്കിപ്പോൾ വേറൊരു ജാതിത്തെ ഒരാളാണെന്ന് വിചാരിക്കും, ആ പയ്യന് അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും, അവർക്കതൊരു വിഷമല്ലേ? തീർച്ചയായും. അതെ. അപ്പം അങ്ങനെ ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും വേണ്ട, മറ്റൊരു കുടുംബത്തിലേക്ക് വിഷമിപ്പിച്ചുകൊണ്ട് കയറി പോകാനോ അത് വേണ്ട. അതേപോലെ എനിക്കും പുറത്തുനിന്ന് ഒരാളെ അങ്ങനെ എന്തിനാ അവരെയും വിഷമിപ്പിക്കേണ്ട, നമ്മളെയും വിഷമിപ്പിക്കേണ്ട. നിന്റെ താല്പര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ വിവാഹം കഴിക്കുന്ന സമയത്ത് എല്ലാം നോക്കണം. വിവാഹത്തോടു കൂടെ ഒരാളെ നിനക്ക് കാണുമ്പോൾ ഓക്കെ ഇവനെ വിവാഹം കഴിച്ചാൽ കൊള്ളാം, എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആവും, എന്നെ അവൻ സ്നേഹിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് നീ എൻ്റെ വന്ന് പറ. അവനോട് പറയുന്നതിനേക്കാൾ മുമ്പ് എന്നോട് വന്ന് പറ, നമുക്ക് ആലോചിക്കാം അവനതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം. കാരണം വിവാഹം ഒരു ഭാഗ്യമാണ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടണത് ഭാഗ്യമാണ്. കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷനിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ് ഒന്നിച്ചാവാൻ പോണത്. അപ്പം എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെ ചുമ്മാതാണ്, എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇത്രയും നോക്കിയാലും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. പ്രശ്നം വരികയാണെങ്കിലും നിനക്ക് എപ്പം വേണമെങ്കിൽ കയറി വരാൻ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വീടുണ്ടാവും. എൻ്റെ വീട് മീൻസ് നമ്മുടെ വീടുണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നവും അതൊന്നും വിചാരിക്കണ്ട. നല്ല രീതിക്ക് രണ്ടുപേരും ജീവിച്ചു പോകുന്ന പോലെ നല്ലൊരു ബന്ധം വരികയാണെന്നുണ്ടെങ്കിൽ അവളുടെ താല്പര്യം അനുസരിച്ച് നമ്മളത് ഓക്കെ ആക്കും.